കേരളത്തിൻ്റെ സവിശേഷതകൾ, കേരളത്തിൻ്റെ നാം സ്വയംവിമർശനപരമായി നമ്മുടെ കുറവുകൾ കാണുമ്പോൾ തന്നെ അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന കേരളത്തിൻ്റെ മാതൃകകൾ അങ്ങനൊരു മാതൃകയല്ല. മഹാകുഴപ്പം പിടിച്ചൊരു സ്ഥലമാണിത് എന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചലച്ചിത്ര കലയെ ദുരുപയോഗപ്പെടുത്തുന്ന അനുഭവം. കേരള സ്റ്റോറി 1 കഴിഞ്ഞു, ഇപ്പൊ കേരള സ്റ്റോറി 2 വരുന്നു. അതിന്റെ ട്രെയിലറൊന്നോ എന്താ പറയുക, അത് നമ്മൾ കേട്ടു. അപ്പൊ കേരളത്തെ അപവദിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതിനാരെല്ലാമാണ് ജാഥ നടത്തുന്നത്? പക്ഷെ കലാമാധ്യമത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. വ്യക്തമായും ഒരു വർഗീയ അജണ്ട ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ആ വർഗീയ അജണ്ട ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ സൽപ്പേരിൽ കരിവാരി പൂശാൻ ശ്രമിക്കുന്നവർ വർഗീയ വിഷം നമ്മുടെ വർഷങ്ങളിലും കുത്തിവെക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനവർക്ക് ധൈര്യം പകരുന്നത് വർഗീയ ആശയങ്ങൾക്ക് സൈദ്ധാന്തിക രൂപം പകർന്നു കൊടുക്കാൻ ശ്രമിച്ച കുപ്രസിദ്ധനായ VD സവർക്കറാണ് എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് പറയാൻ സങ്കോചമില്ലാത്ത ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നതാണ്. ഇത്തരം വർഗീയ വിഷപ്രസരണം നടത്താൻ ഫാസിസ്റ്റ് സ്വഭാവം ആർജിക്കുന്ന, ഫാസിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുന്ന RSSഉം അവരുടെ നിയന്ത്രണത്തിലുള്ള സംഘപരിവാറും ഒക്കെ കൂസലില്ലാതെ മുന്നോട്ട് നീങ്ങാനുള്ള കാരണമാണ്. പക്ഷെ അവർക്ക് പോലും ചിലത് സമ്മതിക്കേണ്ടി വരുന്നു.